ഇന്നത്തെ മഴ മുന്നറിയിപ്പുകൾ വന്നിട്ടുണ്ട്. സംസ്ഥാനത്ത് 5 ദിവസം കൂടി ശക്തമായ മഴ തുടരും. മുഴുവൻ ജില്ലകളിലും മഴ മുന്നറിയിപ്പുണ്ട്. തീവ്രമഴ കണക്കിലെടുത്ത് 2 ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലർട്ടാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിനുള്ള വിലക്ക് തുടരും. അഷിൻ ഡിയാഗോ തിരുവനന്തപുരത്ത് നിന്ന് നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് അഷിൻ ഡിയാഗോ. ഏറ്റവും പുതിയ മുന്നറിയിപ്പുകൾ എങ്ങനെയാണ്? ഏതൊക്കെ പ്രദേശങ്ങളിലാണ് മഴ മൂലം കെടുതിയുണ്ടാകാൻ സാധ്യതയുള്ള ഇടങ്ങൾ? അങ്ങനെയൊക്കെയുള്ള ക്ലാസിഫിക്കേഷനും ഇതോടൊപ്പം വരുന്നുണ്ടോ? ഗുഡ് ഈവനിംഗ് സുജിയ. സംസ്ഥാനത്ത് എന്തായാലും 5 ദിവസം കൂടി ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പ് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകുന്നത്. തെക്ക് കിഴക്കൻ അറബിക്കടലിനും തെക്കൻ കേരള തീരത്തിനും മുകളിലായി ചക്രവാത ചുഴി രൂപപ്പെട്ടിട്ടുണ്ട്. മാത്രമല്ല കൊങ്കൺ മുതൽ ചക്രവാത ചുഴി വരെ 1.5 കിലോമീറ്റർ ഉയരം വരെ ന്യൂനമർദ്ദ പാത്തിയും സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇതിന്റെ ഫലമായി കേരളത്തിൽ 5 ദിവസം ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് മുന്നറിയിപ്പിൽ പറയുന്നത്. ഈ അതിതീവ്ര മഴ കണക്കിലെടുത്ത് 2 ജില്ലകളിൽ ഇന്നും നാളെയും ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ബാക്കി ജില്ലകളിൽ യെല്ലോ അലേർട്ടുമാണ്. അതായത് മുഴുവൻ ജില്ലകൾക്കും ഇന്നും നാളെയും മഴ മുന്നറിയിപ്പ് ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. കോഴിക്കോട്, വയനാട് ജില്ലകളിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് തുടരുന്നത്. അതുപോലെ നാളെ പത്തനംതിട്ടയിലും ഇടുക്കി ജില്ലയിലും ഓറഞ്ച് അലേർട്ട് നൽകിയിട്ടുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ശനിയാഴ്ചയാണ് അതിതീവ്ര മഴയ്ക്ക് സാധ്യതാ മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത്. ഈ മഴയ്ക്കൊപ്പം അതിശക്തമായ കാറ്റിലും അതുപോലെ തന്നെ ഇടിമിന്നലിനും സാധ്യതയുണ്ടെന്നും കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനം പ്രത്യേകം ജാഗ്രത പുലർത്തണമെന്ന ഒരു മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഈ മലയോര മേഖലയിലേക്കുള്ള യാത്രകൾ കഴിവതും ഒഴിവാക്കണം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നിർദ്ദേശങ്ങളിൽ ഒന്ന്. മറ്റൊന്ന്, അധികൃതരുടെ ആവശ്യപ്രകാരം സുരക്ഷിതമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്ന് മാറ്റി താമസിക്കാൻ തയ്യാറാകണം എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. അടിയന്തരമായി ഒരു കിറ്റ് തയ്യാറാക്കി വെക്കണമെന്നും ഇത്തരത്തിൽ മുന്നറിയിപ്പ് നൽകുന്നു. മാത്രമല്ല തീരപ്രദേശങ്ങളിൽ അതീവ ജാഗ്രത പുലർത്തണം. കാരണം കടലാക്രമണത്തിനുള്ള സാധ്യത ഏറെയാണ്. അതുകൊണ്ട് തന്നെ തീരദേശവാസികൾ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറി താമസിക്കണം എന്നൊരു മുന്നറിയിപ്പും നൽകുന്നുണ്ട്. മാത്രമല്ല ഈ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിലേക്കുള്ള മത്സ്യബന്ധനത്തിലുള്ള ആ ഒരു വിലക്ക് അതും തുടരുന്നുണ്ട്. മത്സ്യത്തൊഴിലാളികളും പ്രത്യേക ജാഗ്രത പാലിക്കണം എന്നൊരു മുന്നറിയിപ്പും ദുരന്ത നിവാരണ അതോറിറ്റി അടക്കമുള്ളവർ നൽകുന്നു. സുജിയ. ഓക്കെ, അഷിൻ ഡിയാഗോയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഏറ്റവും പുതിയ മഴ മുന്നറിയിപ്പുകൾ പങ്കുവച്ചത്.